നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തുടരെ രണ്ട് കൊലപാതകങ്ങൾ, അതും ഒരുപോലെ. ഷാർജയിലെ മലയാളി പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതിന്റെ ആ ഒരു ഞെട്ടൽ മാറും മുൻപെയാണ് വീണ്ടും ഒരു മലയാളി വിദ്യാർത്ഥിനി കൂടി മരണപ്പെടുന്നത്. ഇതിന്റെ കാരണം തേടി ഇപ്പോൾ അലയുകയാണ് പ്രവാസി മലയാളികൾ. പ്രവാസി ലോകം മുഴുവനും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ മരവിച്ച് നിൽക്കുകയാണ്. മുൾക്കുവൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മെഹക് ഫിറോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 വയസ്സ് പ്രായമേ ഉള്ളൂ ഈ ഒരു പെൺകുട്ടിക്ക്. കണ്ണൂർ സിറ്റി സ്വദേശികളായ ഫിറോസിന്റെയും ഷർമിനാസിന്റെയും മകളാണ്. 2 സഹോദരങ്ങളാണ് ഇവർക്കുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 5:30 ഈ ഒരു സംഭവം ഉണ്ടായത്. അടുത്തടുത്തുണ്ടായ ഈ 2 കൊലപാതകങ്ങൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തിരച്ചിലാണ് ഇപ്പോൾ പ്രവാസ ലോകം മുഴുവനും. ഉൽഖുവൈൻ കിങ് ഫൈസൽ സ്ട്രീറ്റിലെ നാഷണൽ ബാങ്ക് ഓഫ് ഉമ്മുൽ ഖുവൈൻ സമീപത്തുള്ള 6 നില കെട്ടിടത്തിലെ 5ാം നിലയിൽ നിന്നാണ് കുട്ടി വീണ് മരിച്ചത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഫിറോസ് നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഞെട്ടലിലാണ് ഇപ്പോൾ ഫിറോസ് ഉള്ളത്. അതുകൂടാതെ സംഭവം അറിഞ്ഞ ഉടൻ അബോധാവസ്ഥയിലായ മാതാവ് ഷർമിനാസിനെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. മെഹക്ക് പഠിക്കാൻ മിടുക്കിയായിരുന്നുവെന്നാണ് ഉൽഖുവൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നത് വ്യക്തമല്ല. ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, മനഃപൂർവ്വം തള്ളിയിട്ടതാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഉടൻ തന്നെ സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പോലീസ് അന്വേഷണം ശക്തമായ രീതിയിൽ ഇപ്പോൾ തുടർന്നു പോകുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി ഷാർജയിലെ അൽ ഖൈനിലാണ് എറണാകുളം സ്വദേശിയുടെ ഏക മകളായ 15-കാരി സമാനമായ രീതിയിൽ കൊലപ്പെടുന്നത്. സമാനമായ രീതിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത് ഷാർജ ഔറോൺ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നന്ദിതയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 10ാം നിലയിൽ നിന്നാണ് പെൺകുട്ടി വീണ് മരിച്ചത്. വിവരമറിഞ്ഞയുടൻ ഷാർജയിലെ പോലീസും പാരാമെഡിക്കൽ വിഭാഗവും സംഭവ സ്ഥലത്തെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. കുവൈത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സംഭവിച്ചത്. ഷാർജ ഇത്തിസലാദിൽ എഞ്ചിനീയറായ എറണാകുളം സ്വദേശി മുരളിയുടെയും നിഷയുടെയും മകളാണ് മരണപ്പെട്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയതായി അറബ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നു. നന്ദിതയുടെ മൃതദേഹം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നന്ദിതയുടെ മാതാപിതാക്കളിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളുടെ ഏക മകളാണ് മരിച്ച നന്ദിതയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളികൾ അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഏറെ ഞെട്ടലിലാണ് പ്രവാസ ലോകം മുഴുവൻ. കാരണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. സമാനമായ രീതിയിൽ 2 വിദ്യാർത്ഥികൾ, സമാന വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെന്ന് ഇപ്പോൾ തിരയുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.